സഹോദരന്മാര് ഇനി ഒറ്റ കാര്യം പറയും. എന്താ പറഞ്ഞു പഠിപ്പിച്ചതെന്താ? സുന്നികളും അബൂജഹലും ഒരുപോലെ എന്ന് പറഞ്ഞൂടാ. അബൂജഹലെ കാണാൻ മോശാ സുന്നിയുള്ളൂ. കാരണം അബൂജഹൽ കപ്പലിൽ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോ കപ്പൽ മൂന്ന് കണ്ടാൽ അള്ളാഹിനെ വിളിക്കുക, പഠിച്ചവനെ രക്ഷപ്പെടുത്തണോന്നാ പറയാ. സുന്നികള് പ്ലെയിൻ അപകടം വന്നാലും പതിരീകളെ എന്നാ വിളിക്കുക, അപ്പൊ അബൂജഹലിനെക്കാളും മോശമാണ് സുന്നികള് എന്നല്ലേ മൗലവിമാര് പ്രസംഗിച്ചത്, അങ്ങനെയല്ലേ എഴുതി പ്രചരിപ്പിച്ചത്. അബൂജഹലടക്കമുള്ള ജനത അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അല്ലാഹനെ അറിഞ്ഞ ആളാണ്. അല്ലാഹനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്. അല്ലാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു. അല്ലാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു. അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ഇപ്പൊ കേട്ടില്ല നിങ്ങൾ അബൂജഹലിന്റെ എത്ര ബഹുമാനാ പറഞ്ഞ. അബൂജഹലിന്റെ വിശ്വാസം എന്തായിരുന്നു? സുന്നികളായ ഞങ്ങളുടെ വിശ്വാസം എന്താ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അബൂജഹലിനെ സംബന്ധിച്ചും അവന്റെ അനുയായികളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അബൂജഹലിനോടും അവന്റെ അനുയായികളോടും പറയപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് പറയപ്പെട്ടാൽ ഖുർആൻ പറയുന്നു, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞങ്ങൾ വിശ്വസിക്കൂല, ഞങ്ങൾ പ്രഖ്യാപിക്കൂല. പടച്ചവനല്ലാത്ത ദൈവമില്ല, പടച്ചവനല്ലാത്ത ആരാധ്യനില്ല, പടച്ചവനല്ലാത്ത ആരാധനക്ക് അർഹനില്ല എന്ന് മുഹമ്മദേ ഞങ്ങൾ പറയൂല, അംഗീകരിക്കൂല, വിശ്വസിക്കൂല. അബൂബക്കറെ അത് ഞങ്ങൾ പറയൂല, ഉമറെ ഞങ്ങളത് പറയൂല, ഉസ്മാനിയെ ഞങ്ങൾ പറയൂല, അലിയെ ഞങ്ങളത് പറയൂല. പടച്ചവനല്ലാത്ത ഒരുപാട് ദൈവങ്ങളുണ്ട്. നിങ്ങൾ ഈ പടച്ചവനല്ലാത്ത ദൈവമില്ല, ആരാധ്യനില്ല, ഇലാഹില്ല, അത് ഞങ്ങൾ അംഗീകരിക്കൂല. നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. ഇങ്ങനത്തെ കിബറന്മാരാണ് അവർ. പറയാം. പിന്നെയോ സുന്നികളും അബൂജഹലും ഒരുപോലെയാണോന്നാ നോക്കേണ്ടത്. പിന്നെയും ഖുർആൻ പറയുന്നു, വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. അവരെ ചോദ്യമാണ്. അവർ പറയാണ്, ഈ മുഹമ്മദ് ഉണ്ടല്ലോ, ആമിനവറ്റ മുഹമ്മദ്, അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ്, ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചല്ലേ, ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങളുടെ നാട്ടിൽ ജനിച്ച അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദ്. ആ മുഹമ്മദ് പടച്ചവൻ പറഞ്ഞേച്ച ആളല്ല. പിന്നെ അയാൾ ഒരു പാട്ടുകാരനാണ്, അയാൾക്ക് ജിന്നു കൂടിയതാണ്, എന്നിട്ട് ഇങ്ങനെ പാട്ടും പാടി നടക്കുന്ന ആളാണ്. ഈ പാട്ടുകാരൻ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളല്ലാത്ത ഉത്സവനാത്ത തുടങ്ങിയ ദൈവങ്ങളെ ഞങ്ങൾ കൈയൊഴിക്കൂല. അബൂജഹലിന്റെ വിശ്വാസം എന്താ? ഈ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്നല്ല, പിന്നെ പാട്ടുകാരൻ, ജിന്നു കൂടിയ പാട്ടുകാരൻ. റസൂലുള്ളാഹിയെ പറ്റിയുള്ള വിശ്വാസം, അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസവും കുറെ ദൈവങ്ങളെ കൂട്ടത്തിൽ പഠിച്ചവരും ഒരു ദൈവം, വല്ലാതെ ആരാധനയ്ക്ക് അർഹതപ്പെട്ട ഏകനായ ദൈവം. അങ്ങനെയല്ല, കുറെ ആളുകൾക്ക് ആരാധനയ്ക്ക് അർഹതയുണ്ട്, കൂട്ടത്തിലൊന്ന് പഠിച്ചോളൂ ഈ ദൈവം. അതുകൊണ്ട് ഒരു ദൈവമേ ഉള്ളൂ, ഒരാരാധ്യനേ ഉള്ളൂ, അത് ഞങ്ങൾ അംഗീകരിക്കൂല. ഇതാണ് അബൂജഹലിന്റെ ശിർക്ക്, ഇതാണ് ഉത്ബത്തിന്റെ ശിർക്ക്, അതാണ് എല്ലാ മുശ്രിക്കിന്റെയും ശിർക്ക്. നമ്മൾ മനസ്സിലാക്കണം.
നാം മുസ്ലിയാരെ ക്രിസ്ത്യാനികളെ ചുരുക്കോ ഈസാ നബിയെ പ്രാർത്ഥിച്ചതല്ലേ? ആര് പറഞ്ഞു? ഈസാ നബിയെ വിളിച്ചിട്ടൊരു ക്രിസ്ത്യാനിയും ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ ആരെയാ വിളിച്ചത്? ഈസാ ദൈവത്തെ. ഈസാ നബിയല്ല, അള്ളാഹുവിനെ നബിയാണെന്നും വിശ്വസിച്ചിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനി ഈ യേശുവിനെ വിളിച്ചോ? ചോദിച്ചു, ഏതെങ്കിലും ക്രിസ്ത്യാനി വിളിച്ചു ചോദിച്ചു, അള്ളാഹുവിനെ നബിയാണ്, അള്ളാഹുന്റെ അടിമയാണ് എന്ന് വിശ്വസിച്ചിട്ടാണോ നിങ്ങൾ യേശുവിനെ വിളിക്കുന്നത് ചോദിച്ചു നോക്ക്. അല്ലല്ല, യേശു ദൈവപുത്രനാണ്, യേശു ദൈവമാണ്. യേശു ഖുർആനിലെ പറയും പടച്ചവന്റെ അവതാരമാണ്. അങ്ങനെ ദൈവത്തിന്റെ അവതാരമാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ കൂറുകാരനാണ് എന്ന് വിശ്വസിച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിനെ നബിയാണെന്നും വിശ്വസിച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയും ഇന്ന് വരെ യേശുവിനെ ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ മകനാണെന്ന് വിശ്വസിച്ചിട്ടല്ലാതെ ഒരു ജൂതനും വിളിച്ചിട്ടില്ല. മലക്കുകളെ ദേവികൾ പടച്ചവന്റെ പുത്രിമാർ എന്ന് വിശ്വസിച്ചിട്ടല്ലാതെ മുശ്രിക്കീകൾ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ പടച്ചവന്റെ അവതാരമാണെന്നും പടച്ചവന്റെ സന്താനമാണെന്നും പടച്ചവന്റെ കൂറുകാരാണെന്നും പടച്ചവനെ പോലെ ആരാധനയ്ക്ക് അർഹതയുള്ളവരാണെന്നും വിശ്വസിച്ചുകൊണ്ട് മുശ്രിക്കീകൾ ഈസയെ വിളിച്ചവരുണ്ട്, മലക്കുകളെ വിളിച്ചവരുണ്ട്, ഉസൈറിനെ വിളിച്ചവരുണ്ട്. പക്ഷെ എന്താ വിശ്വസിച്ചത്? മലക്കുകൾ അല്ലാഹുവിന്റെ അടിമകളായ മലക്കുകൾ എന്നല്ല, പടച്ചവന്റെ ദൈവപുത്രിമാർ, ദൈവപുത്രന്മാർ, ദൈവത്തിന്റെ അവതാരങ്ങൾ, ദൈവത്തിന്റെ കൂറുകാർ, ദൈവത്തെ പോലുള്ള മറ്റു ദൈവം. ഈ വിശ്വാസത്തോടുകൂടെ വിളിച്ച് പ്രാർത്ഥിച്ച അബൂജഹലും ഉത്ബത്തും ശൈബത്തും സുന്നികൾ ഒരുപോലെയാണോ? സുന്നികൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം കൂടി ഇരിക്കുന്ന ആൾക്കാരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നും രണ്ടുമല്ല ഉള്ളത്, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരുന്നേക്കത്തിൽ. ആ സുന്നികളെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്ത, മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കാത്ത അബൂജഹലിനെ പോലെയാണെന്ന് പറയുന്നത്? ആ അബൂജഹലും ഉത്ബത്തും ശൈബത്തും മുസ്ലിയാരെ ഞങ്ങൾക്കൊന്ന് കേൾക്കണോ? നിങ്ങളിപ്പം മുഹമ്മദ് നബിയെ വിളിക്കുന്നേ എന്ത്? ആരാ വിളിക്കുന്നത്? അത് മുഹമ്മദ് നബിയുടെ ശഫായത്തിട്ടാണ്, ശുപാർശ ഇട്ടാണ്. അതല്ലേ അബൂജഹൽ പറഞ്ഞത്? ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശ്വാസിച്ചവരാണ് എന്നല്ലേ അബൂജഹൽ പറഞ്ഞത്? അല്ല, എങ്ങനെയൊന്നല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? അത് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു തരാം, നന്നായി മനസ്സിലാക്കി വെച്ചോ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ശുപാർശ പറയും, മലക്കുകൾ ശുപാർശ പറയും, അതുപോലെ ഔലിയാക്കൾ ശുപാർശ പറയും. ഇത് വിശ്വസിച്ചാലേ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമാവുള്ളൂ. അതിനെ നിഷേധിക്കുന്നവരാരാ? അമ്പിയാക്കൾ ശുപാർശ പറയില്ല, മലക്കുകൾ ശുപാർശ പറയില്ല, ഔലിയാക്കൾ ശുപാർശ പറയില്ല എന്ന് പറയുന്ന കക്ഷികൾ ഖവാരിജിയാക്കളാണ്, മുഅ്തസിലിയാക്കളാണ്, സൈദിയാക്കളാണ്, അഥവാ സ്വഹാബത്തിനെ കാഫറാക്കിയ പുത്തൻവാദികളാണ്. ഇത് ഞാനല്ല പറയുന്നത്. മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ രാമുഖമെന്ന പി മുഹമ്മദ് കുട്ടശ്ശേരി മൗലവി എഴുതിയ മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിച്ച ബുക്കിലെ 1.25 കിതാബ്, ആ നിങ്ങളെ പുസ്തകത്തിൽ അതാ പറയുന്നു, ശാഫി ഇമാമിനെ കവച്ചു വെക്കുന്ന ഒരു പണ്ഡിതനുണ്ട്, ഖുർആനും ഹദീസും വേണ്ടതുപോലെ പഠിച്ചൊരു പണ്ഡിതൻ. ആരാണ്? അത് ഇബ്നു തൈമിയ്യ ആണ്. ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത് ഞാനൊന്ന് സാധാരണക്കാരായ മുജാഹിദീങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് വായിക്കട്ടെ. അദ്ദേഹം പറയാണ്, അമ്മാ ശഫാഅത്തുഹു, ഞങ്ങൾ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യും, അമ്പിയാക്കൾ ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ അബൂജഹലിനെ പോലത്തെ മുശ്രിക്കാണെന്ന്. എന്നാൽ ഇബ്നു തൈമിയ്യ പറയുന്നത് കേട്ടോളൂ, അമ്മാ ശഫാഅത്തുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത്, വദുആഉഹു ലിൽ മുഅ്മിനീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, ശഫാഅത്ത് ചെയ്യുന്നത്, മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുന്നത്, ഫഹിയ നാഫിയത്തുൻ ഫിദ്ദുനിയാ വദ്ദീൻ, അത് ദുനിയാവിലും ഉപകാരം കിട്ടുന്നതാണ്, ദീനിലും ഉപകാരം കിട്ടുന്നതാണ്. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, മുഹമ്മദ് നബിയുടെ ശഫാഅത്ത് കൊണ്ട് ഉപകാരം
ചെയ്യുമെന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. തർക്കിച്ചാൽ ആരാ ആവുക എന്നുള്ളത് ശ്രദ്ധിച്ചോളണം. ഇതിൽ തർക്കിച്ചാൽ ഏത് ഭാഗത്താ പോവുക എന്ന് മനസ്സിലാക്കണം. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഇബ്നു തൈമിയ്യ പറയാണ് മുസ്ലിമീങ്ങൾക്ക് അതിൽ തർക്കമില്ല. വകദാലിക, അപ്പോലെ ശഫാഅത്തുഹു ലിൽ മുഅ്മിനീന യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഇപ്പം പറഞ്ഞ ദുനിയാവിലുള്ള ശഫാഅത്താണ്, ആഖിറത്തിലെ ശഫാഅത്ത് വീണ്ടും പറയാണ്. വകദാലിക, അപ്പോലെ ശഫാഅത്തുഹു ലിൽ മുഅ്മിനീന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് ശഫാഅത്ത് ചെയ്യുന്നത് ഈ സിയാദത്തി സവാബി, പ്രതിഫലം വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി, പദവി കൂടുതൽ കിട്ടാൻ വേണ്ടി, മുത്തഫഖൻ അലൈഹാ ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അതിലും തർക്കമില്ല. അപ്പോൾ റസൂലുള്ളാഹി ദുനിയാവിലെ കാര്യത്തിനും ശഫാഅത്ത് ചെയ്യും, ആഖിറത്തിലെ കാര്യത്തിനും ശഫാഅത്ത് ചെയ്യും. ഇതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. ഇത് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാം. എന്താ പറഞ്ഞത്? അതെ, വിശദീകരിച്ചിട്ട് പറയണം. പറയപ്പെട്ടിട്ടുണ്ട് ഇന്ന ബാള അതിൽ വിദ്യാർത്ഥിയും ചില വിദ്യാർത്ഥികൾ അതിനെ നിഷേധിക്കുന്നുണ്ട് റസൂലുള്ളാഹിയുടെ ശഫാഅത്ത്. അമ്മാ ശഫാഅത്ത് കൂലി അതിൽ ദുനൂബി മിൻ ഉമ്മത്തിഹി, തെറ്റ് ചെയ്തു പോയ പാപികൾക്ക് റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യുമെന്ന കാര്യം മുത്തഫഖുൻ അലൈഹാ ബൈന സ്വഹാബത്തി വത്താബീന ലഹും ബിഇഹ്സാൻ, സഹാബത്തിനും താബീങ്ങൾക്കും തർക്കമില്ലാത്തവർക്ക് റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യുമെന്ന് ഉറപ്പാണ്. സായിരി അയിമ്മത്തിൽ മുസ്ലിമീന അർബഅ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യും, ദോഷം പൊറുക്കാനും ശഫാഅത്ത് ചെയ്യും. വഅൻകറഹ, ആ ശഫാഅത്തിനെ നിഷേധിച്ചു ആര്? കസീറുൻ മിൻ അഹ്ലിൽ ബിദഅഹ്, ബിദഅത്തുകാരെ നിഷേധിച്ചു. മിനൽ ഖവാരിജി, ഒന്ന് നിഷേധിച്ച ബിദഅത്തുകാർ ആരാ? ഖവാരിജുകൾ, വൽ മുഅ്തസിലത്തി, മുഅ്തസിലുകൾ, വസൈദിയത്തി, സൈദികൾ. വഖാല ഹൗലായി, ഈ ഹൗലായികൾ പറഞ്ഞു. ഈ ഹൗലായികൾ ആരാണത്? ഒന്ന് ഖവാരിജ്, ഒന്ന് മുഅ്തസില, ഒന്ന് സൈദിയ. ആരായി ഖവാരിജ്? ബുഖാരി വായിക്കണം. ബുഖാരിയിൽ കാണാം ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, എന്താ പറഞ്ഞത്? ആ ഖവാരിജുകൾ ആയി എന്തായി? ينطلقون إلى آيات وجعلوها إلى آيات نزلت في الكفار وجعلوها على المسلمين. അവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ ഇറങ്ങിയ ആയത്തുകൾ അത് കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളുടെ തലയിൽ വെച്ച് കെട്ടി. എന്നിട്ട് നിങ്ങളും അബൂലഹബ് ഒരുപോലെയാണെന്ന് പറഞ്ഞു. ഇത് ഖവാരിജുകളുടെ സ്വഭാവമാണ്. ആ ഖവാരിജുകൾ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും നാശകാരികളാണ്. അവർ ചെയ്ത പണി എന്താണ്? അബൂലഹബിനെ കുറിച്ച് ഇറങ്ങിയ ആയത്തുകൾ കൊണ്ടുവന്ന് സുന്നി മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടി. നിങ്ങളും അവരെ പോലെയാണെന്ന് പറഞ്ഞു. ഈ ഖവാരിജുകൾ സഹീഹുൽ ബുഖാരിയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വായിച്ചു കാണാം. ആ ഖവാരിജികളാണ്, ആ ഖവാരിജുകളാണ് റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യൂല, അംബിയാക്കൾ ശഫാഅത്ത് ചെയ്യൂല, ഔലിയാക്കൾ ശഫാഅത്തില്ല എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാനല്ല പറയുന്നത്, ഇബ്നു തൈമിയ്യ പറയാ. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഅമ്മ സ്വഹാബത്തു വത്താബിഊന ലഹും ബിഇഹ്സാൻ, എന്നാൽ റസൂലുള്ളാഹിയുടെ സഹാബികൾ വത്താബിഊന ലഹും ബിഇഹ്സാൻ, സഹാബികളോട് നല്ല നിലക്ക് പിന്തുടർന്നവരും, വസായിറുൽ അയിമ്മ, മറ്റ് മാതൃകാ പുരുഷന്മാരായി ലോകത്ത് ജീവിച്ച മുഴുവൻ പണ്ഡിതന്മാരും, കല്ലർബഅത്തി, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെ, വഗൈരിഹിം, മറ്റ് ഇമാമിങ്ങളെ പോലെ, فيقرون بما تواترت به الاحاديث الصحيحه عن النبي صلى الله عليه وسلم. അവർ അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്ന ഹദീസ്, أن الله يخرج من النار قوما بعد أن يعذبهم بالله ما شاء أن يعذبهم يخرجهم بشفاعة محمد صلى الله عليه وسلم. റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് കൊണ്ട് നരകത്തിൽ കടന്നുപോയ പാപികളെ പോലും അല്ലാഹു തആല പുറപ്പെടുവിക്കുന്നതാണ്. മറ്റ് ചിലർ റസൂലുള്ളാഹി അല്ലാത്ത മഹാന്മാരെ ശഫാഅത്ത് കൊണ്ടും നരകത്തിൽ രക്ഷപ്പെടുത്തുന്നതാണ്. ഒരു ശഫാഅത്തുമില്ലാതെ അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ചിലർ നരകത്തിൽ പുറപ്പെടുവിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ പറയാണ്, ശഫാഅത്തില്ല എന്ന് പറയുന്ന ആളുകൾ തെളിവിൽ ഉദ്ധരിച്ചു. അല്ലാഹുവിന്റെ ഖൗലി, ഖുർആൻ തെളിവിൽ ഉദ്ധരിച്ചു.
ശഫാഅത്തില്ലെന്ന് പറയുന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി നിങ്ങളും അബൂജഹലിനെ പോലെ ശഫാഅത്തിൽ വിശ്വസിക്കുകയാണ് എന്ന് പറയുന്ന കക്ഷികളെ സംബന്ധിച്ച് ഇബ്നു തൈമിയ്യ തന്നെ എഴുതിയ വാചകങ്ങൾ അവരുടെ നെഞ്ചിലേക്ക് പോയി തെറിക്കുന്നതാ ഞാൻ പറയുന്നത്, തിരിച്ചടിക്കുന്നതാ ഞാൻ പറയുന്നത്. ഇബ്നു തൈമിയ്യ പറയാണ്, അതെ, ഈ ശഫാഅത്ത് നിഷേധികൾ ഖുർആൻ ഉദ്ധരിച്ചു, വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ൽ എന്ന ആയത്ത് ഉദ്ധരിച്ചു. വേറെ ഈ ആയത്തുകൾ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞത് പറയാൻ ജവാബു അഹ്ലി സുന്ന എന്ന സുന്നത്തി ജമാഅത്തുകാരായ ആളുകൾക്ക് ഈ ശഫാഅത്ത് നിഷേധികൾ ഓതുന്ന ആയത്തിന്റെ മറുപടി എന്താണ്? ഒരു മറുപടിയും സുന്നികളായി നമ്മൾ പറയേണ്ടതില്ല. ഒക്കെ ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞാൽ വായിച്ചു കൊടുത്താൽ മതി. വജവാബു അഹ്ലി സുന്ന, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ശഫാഅത്ത് നിഷേധിക്കുന്നവർക്ക് പറയുന്ന മറുപടി നിങ്ങൾ ഓതിയ ആയത്തുകളൊക്കെ രണ്ട് ഉദ്ദേശത്തിനുള്ളതാണ്. അഹദുഹുമാ, അത് രണ്ടിലൊന്ന്, ശഫാഅത്ത് മുശ്രിക്കീങ്ങൾക്ക് ഉപകരിക്കുകയില്ലെന്നാണ്. ഖുർആനിൽ അല്ലാഹു തആല ശഫാഅത്ത് ഉപകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുശ്രിക്കീങ്ങളായ അബൂ ജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് വിശ്വസിക്കാത്തവർക്ക് ശഫാഅത്ത് ഉപകരിക്കുകയില്ലെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കുന്നാ നുകദിബു ബിയൗമിദ്ദീൻ ഹത്താ അതാനൽ യഖീൻ ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫീൻ, ഞങ്ങൾ ആഖിറത്തിൽ വിശ്വസിക്കാത്ത ജനങ്ങളായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് ശഫാഅത്ത് ഉപകരിക്കൂല എന്ന് പറഞ്ഞത്. അപ്പൊ ആഖിറത്തിൽ വിശ്വസിക്കാത്ത മുശ്രിക്കീങ്ങൾക്ക് ശഫാഅത്ത് ഉപകരിക്കൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കാത്ത മുശ്രിക്കീങ്ങൾക്ക് ശഫാഅത്ത് ഉപകരിക്കൂല. ഫഹൗലായി നുഫിയനും നഫഉ ശഫാഅത്തി ശാഫിഈൻ, ഈ മുശ്രിക്കീങ്ങളായ അബൂ ജഹലും മറ്റും ശഫാഅത്ത് ഉപകരിക്കൂല എന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ അർത്ഥം. യന്നഹും കാനൂ കുഫാറ, കാരണം അവർ കാഫിറുകളായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ശഫാഅത്ത് ഉപകരിക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ്യ പറയാണ്, വസാനി, രണ്ടാമത്തെ മറുപടി, നിങ്ങൾ ഓതിയ ആയത്തിന്റെ മറുപടി, മൗലവിമാർ ഓതാറുള്ള ആയത്തിന്റെ മറുപടി. ഇബ്നു തൈമിയ്യ പറയാണ്, അന്നഹു യുറാദു ബിദാലിക നഫിയു ശഫാഅത്തില്ലതി അസ്ബതഹാ അല്ലാഹുവിന്റെ അനുമതിയാക്കി അല്ലാഹു കൊടുക്കുക. വകം മിൻ മലകിൻ ഫിസ് സമാവാതി വൽ അർദി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈആ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. മലക്കുകളുടെ ശഫാഅത്തും മുഴുവൻ മഹാന്മാരുടെ ശഫാഅത്തും അല്ലാഹു ഉദ്ദേശിക്കുന്ന, അല്ലാഹു പൊരുത്തപ്പെട്ടവർക്ക് മാത്രമാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടവരാരാ? ഖുർആൻ നോക്കണം. ആരാ അല്ലാഹു പൊരുത്തപ്പെട്ടവര്? വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. അല്ലാഹു പൊരുത്തപ്പെട്ടവർക്ക് മാത്രമേ മലക്കുകളുടെ ശഫാഅത്തുള്ളൂ. അല്ലാഹു പൊരുത്തപ്പെട്ടവർക്കേ നബിമാരുടെ ശഫാഅത്തുള്ളൂ. അല്ലാഹു പൊരുത്തപ്പെട്ടവർക്കേ ഔലിയാക്കളുടെ ശഫാഅത്തുള്ളൂ. അല്ലാഹു പറയാണ്, ആരാ പൊരുത്തപ്പെട്ടവർ? ഹദീസിലേക്ക് മുൻകടന്നു വന്ന സ്വഹാബികളാണ്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സഹാബികളോട് നല്ല നിലയ്ക്ക് പിന്തുടർന്ന് ജീവിച്ച മഹാന്മാരും റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹു പൊരുത്തപ്പെട്ടവരാരാ? സുന്നത്തി ജമാഅത്തുകാരാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടവർ സുന്നത്തി ജമാഅത്തുകാരാണ്. അവർ ഖുലഫാഉർ റാഷിദീങ്ങളെ പിന്തുടർന്നവരാ. ജുമഅക്ക് 2 ഭാഗമാണ് അവർക്ക്. മുജാഹിദിനെ പോലെ ഒറ്റ ഭാഗമല്ല. ഖുലഫാഉർ റാഷിദീങ്ങളെ സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്. തറാവീഹ് 20 റക്അത്താണ്, സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്. മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുക്കലാണ്, സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്. മരിച്ച മയ്യിത്തുള്ള ദിക്ർ ചൊല്ലലാണ്, സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്. മരിച്ച മയ്യിത്തിനൊക്കെ ഖുർആൻ ഓതലാണ്, സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്. ഈ സ്വഹാബത്തിനെ പിന്തുടർന്നവരാ അല്ലാഹു പൊരുത്തപ്പെട്ടവർ. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലാഹു പൊരുത്തപ്പെട്ടവർക്കല്ലാതെ മലക്കുകളുടെ ശഫാഅത്തില്ല, അംബിയാക്കളുടെ ശഫാഅത്തില്ല, ഔലിയാക്കളുടെ ശഫാഅത്തില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാത്ത അബൂ ജഹലേ, ഉത്ബത്തേ, ഓ നസാറാക്കളെ, ഓ യഹൂദികളെ, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആരാധ്യന്മാരെ ശഫാഅത്ത് ചെയ്യും? അല്ലാഹു പൊരുത്തപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു സമ്മതം കൊടുക്കൂ. സമ്മതം കൊടുത്തവർക്കേ ശഫാഅത്ത് ചെയ്യൂ. ഖുർആൻ അവരെ ആ വാദത്തെ ഒരു ഭാഗത്ത് വിമർശിക്കുമ്പോ, അബൂ ജഹലിന്റെയും ഉത്ബത്തിന്റെയും നസാറാക്കളുടെയും യഹൂദികളെയും വാദത്തെ ഒരു ഭാഗത്ത് ഖുർആൻ വിമർശിക്കുമ്പോ നമ്മുടെ മുജാഹിദ് പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഇന്ന് ഞാൻ രോഗിയെ സന്ദർശിച്ചു. അല്ലാഹു അദ്ദേഹത്തിന്റെ രോഗം
സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. 3000 രൂപയും കരിയും സിറാജുലിലേക്ക് നേർച്ച ചെയ്തിട്ടുള്ളത് പറഞ്ഞ് വേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ, അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം റഹ്മാനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാവരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവരുടെ സലാത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. സഹോദരന്മാരെ, ദീനീ പ്രവർത്തന രംഗത്ത് ഉറച്ചു നിന്ന് ആഖിറം ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തണം. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഞാൻ പറയുന്നു, നമ്മൾ സുബഹികളാക്കുന്നവരാകരുത്, ഒരൊറ്റ നിസ്കാരങ്ങളാക്കുന്നവരാകരുത്. അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കണം. കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികളോട് നല്ലതായിട്ട് ജീവിക്കണം, നമ്മൾ സാധുക്കളെ സഹായിക്കണം, സാധുക്കളോട് സഹകരിക്കണം, പാവപ്പെട്ടവർ രോഗികളായി നമ്മൾ ചെന്ന് നോക്കണം, പാവപ്പെട്ടവർ മരിച്ചാൽ നമ്മൾ ഹാജരാകണം. അതുപോലെ നമ്മളെല്ലാ വിഷയത്തിലും ദീനിച്ചിട്ടുള്ളവരാകണം. കളവ് പറയുന്നവരാകരുത്, വഞ്ചിക്കുന്നവരാകരുത്, വാക്കുപാലിക്കാത്തവരാകരുത്, നമ്മൾ കള്ളുകുടിയന്മാരാകരുത്, കഞ്ചാവ് പിടിക്കാരാകരുത്, വ്യഭിചാരികളാകരുത്, അന്യപ്പെട്ടിന്റെ മുഖത്ത് നോക്കുന്നവരാകരുത്, നമ്മൾ അനാവശ്യം ചെയ്യുന്നവരാകരുത്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം. നമുക്ക് മരണമുണ്ടെന്ന ബോധം വേണം. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കലാണ് വിജയം. മരിക്കുന്ന സമയത്ത് അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് മരിക്കലാണ് വിജയം. അതല്ലേ സഹോദരന്മാരെ? വിജയിച്ചു 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 എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊരു മഹാൻ മരണപ്പെട്ടു. ആ മഹാൻ ആരാണെന്നറിയാമോ? ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേച്ച 70ഓളം പണ്ഡിതന്മാരും യഖ്തതിബൂന ബിന്നഹാരി വയുസല്ലൂന ബില്ലൈൽ. രാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, പകൽ സമയത്ത് വിറക് വെട്ടിക്കൊണ്ടുവന്ന് ആ വിറക് വിറ്റിട്ട് കിട്ടുന്ന കാശ് അത് സാധുക്കൾക്ക് ധർമ്മം ചെയ്യും, വീട്ടിലരിയും വാങ്ങും. ആ നിലയ്ക്ക് ജീവിച്ചിരുന്ന 70ഓളം പണ്ഡിതന്മാർ അവർ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി പോയപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി നാട്ടുകാരെ ചതിച്ചു. ആ ചതിച്ച സമയത്ത് ഈ 70 ആളുകൾ നമ്മുടെ സദസ്സ് അല്ലാഹു തആല ദുആ നൽകുമാറാകട്ടെ. പുളിക്കൽ മേഖലാ സമ്മേളനം മെയ് 1-ാം തീയതിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വരുന്ന 29-ാം തീയതി കൊണ്ടൂരിൽ ബഹുമാനപ്പെട്ട ശൈഖുൽ കാന്തപുരം ഉസ്താദിനെ ആദരിക്കുന്ന ഒരു വലിയ പരിപാടിയുണ്ട്. 28-ാം തീയതി പൂനൂരിൽ മദ്ഹുർ റസൂൽ എന്ന വിഷയത്തെ സംബന്ധിച്ച് കാന്തപുരം ഉസ്താദിന്റെ പ്രത്യേകമായ പ്രഭാഷണം ഉണ്ട്. അതുപോലെ മെയ് 1-ാം തീയതി ജാമിയ സൈനിയുടെ സമ്മേളനം ഉണ്ട്. ഇതെല്ലാം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സദസ്സ് പൊരുത്തപ്പെട്ട ആഖിറത്തിന് വേണ്ടിയുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകരോട് ഞാൻ പ്രത്യേകം പറയുന്നു, എന്റെ പ്രസംഗം ഓഡിയോ കാസറ്റിൽ പിടിച്ചവർ, വീഡിയോ കാസറ്റിൽ പിടിച്ചവരും എന്നെ കണ്ടിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആ മജ്‌ലിസായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ട അമലാക്കണം റഹ്മാനെ. എല്ലാവരും സലാത്തി എഴുതണം. സലാത്തില്ല മാത്രം പോലെ നല്ല സദക്കയും തരണോ. ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് ഒരുപാട് ചെലവുണ്ടാവും.